ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ചിക്കൻ കറിയെ വെല്ലുന്ന സ്വാദോടുകൂടെ ഒരു കോളിഫ്ലവർ കറി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഞാൻ ഇപ്പോൾ ഒരു കോളിഫ്ലവർ എടുത്തിട്ടുണ്ട്. ഇത് വലിയ സൈസാണ്. ഇതിൻ്റെ ഹാഫാണ് ഞാൻ എടുക്കാൻ പോകുന്നത്. ഇതൊരു 800 ഗ്രാംസ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇത് ബാക്കിലുള്ള ഇതൊക്കെ പോകുമ്പോൾ കുറച്ചുകൂടെ കുറയാൻ അറിയാമല്ല. അപ്പോൾ ഇതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. അതായത് ഞാൻ ഇത് ഫ്രൈ ചെയ്തെല്ലാം ഉണ്ടാക്കാൻ പോണത്. സ്ഥിരമായിട്ട് കോളിഫ്ലവർ എല്ലാവരും ഒന്ന് മഞ്ചൂരിയനൊക്കെ എടുക്കണ പോലെ ഫ്രൈ ചെയ്തിട്ടാണ് മിക്ക ഡിഷുകളും ഉണ്ടാക്കുന്നത് കോളിഫ്ലവറിന്. പക്ഷേ ഞാൻ ഇതിന്ന് ഫ്രൈ ചെയ്യാതെ തന്നെ നല്ല ടേസ്റ്റി ആയിട്ട് നിങ്ങൾക്കിത് ഉണ്ടാക്കി കാണിക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇതിൻ്റെ ഹാഫാണ് എടുക്കാൻ പോണത്. അപ്പം ഞാനിപ്പം കോളിഫ്ലവർ കട്ട് ചെയ്ത് ചെറിയ കഷ്ണങ്ങളാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നമുക്കിനി ഇങ്ങനെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അതായത് കോളിഫ്ലവറിൽ ചെറിയ പുഴുക്കളും അതിൻ്റെ മുട്ടകളും കാണും. അപ്പോൾ അതുകൊണ്ട് ഇത് തിളച്ച വെള്ളത്തിലിട്ടേ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ അത് കോളിഫ്ലവർ ചെയ്യാൻ നേരത്ത് ഇവിടെ വെള്ളം ചൂടാകാൻ വെച്ചിട്ടുണ്ടായിരുന്നു. തിളച്ചിട്ടില്ല, ലൈറ്റായിട്ടൊന്ന് ചൂടായി വരുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ കുറച്ച് മഞ്ഞളും ഉപ്പും ഇട്ടിട്ടാണ് കോളിഫ്ലവർ ഇടാൻ പോണത്. ഇത് ചെറുതായിട്ട്, അതായത് കോളിഫ്ലവർ ഞാൻ കട്ട് ചെയ്യാൻ നേരത്താണ് വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ചെറുതായിട്ട് ചൂടുണ്ട്. അതിലും തീ ഓഫ് ചെയ്തിട്ടില്ല. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കണം കോളിഫ്ലവർ കൂടെ ഇതിലിടാം. ലൈറ്റായിട്ടൊന്ന് ചെറിയ തിളയ്ക്കണ്ട, ചെറുതായിട്ട് ഒന്ന് ചൂടായിട്ട്, അതായത് ചെറിയ തിള വന്നിട്ട് നമുക്ക് ഇത് ഓഫ് ചെയ്യാം. അപ്പം ഒന്ന് അടച്ചു വയ്ക്കാം, ഒന്ന് തുറന്ന് നോക്കാം. ഇപ്പം ചെറിയ ബബിൾസ് വരുന്നുണ്ട്, കണ്ടോ? ചെറിയ കുമിളകൾ വരുന്നുണ്ട്. അത് ഞാൻ ഇപ്പം സ്റ്റവ് ഓഫ് ചെയ്യാണ്. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ വെള്ളത്തിൽ നിന്ന് എടുക്കാം. ഇത് കറക്റ്റാണ്. നിങ്ങളിങ്ങനെ ചൂടുവെള്ളത്തിൽ ഉപ്പും മഞ്ഞളും ഇട്ട് എടുക്കുമ്പോൾ തന്നെ അത് കംപ്ലീറ്റായിട്ട് നിങ്ങൾക്ക് ക്ലീനായി കിട്ടും. ഇപ്പം കോളിഫ്ലവർ ആരും അങ്ങനെ യൂസ് ചെയ്യരുത്. ഒത്തിരി പുഴുക്കളും മുട്ടകളും ഉള്ളതാണ്. നമുക്കിത് ഇനി വെള്ളത്തിൽ നിന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് കറി ഉണ്ടാക്കാൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനായിട്ട് ഇതുപോലെ ഒരു സൈസ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഒരു കുറച്ച് വലിപ്പമുള്ളത് തന്നെ. ഇത്രയും വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്. ഒരു 8 അല്ലി വരും. ഒരു വലിയ 8 അല്ലി വെളുത്തുള്ളിയും ഇതുപോലെ ഒരു മീഡിയം വലിയ സൈസ് ജിഞ്ചർ എടുത്തിട്ടുണ്ട്. ഇത്രയും ഞാൻ ചതച്ച് എടുക്കാം. അപ്പോൾ നമുക്ക് കുക്ക് ചെയ്യാനായിട്ട് ഞാൻ ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് ഓയിൽ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി ഇടാം. നിങ്ങൾ പേസ്റ്റ് ആണെങ്കിലും പേസ്റ്റ് ഇടാം. ഇത് 1.5 സ്പൂൺ ഇട്ടാൽ മതിയാകും. 1.5 ടേബിൾ സ്പൂണാണ്. ഇത് ലൈറ്റായിട്ടൊന്ന് ഫ്രൈ ആയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ഇപ്പോൾ 2 ലാർജ് സൈസ് സവോള സ്ലൈസ് ചെയ്തത് കൂടെ ഇടാൻ പോവാണ്. നമുക്കിതിൽ ഓണിയൻ നല്ലപോലെ ബ്രൗൺ ആണ്. അപ്പോൾ തന്നെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടും. ചിക്കൻ്റെ ടേസ്റ്റ് കുറച്ച് ബ്രൗൺ ആണ്. അതുകൊണ്ട് കുറച്ച് സമയം എടുത്തൊന്ന് ഓണിയൻ നമുക്ക് ഫ്രൈ ചെയ്യാം. ഇതിലേക്ക് ഞാൻ ഒരു 4 പച്ചമുളക് കീറിയിടാൻ പോവാണ്. പച്ചമുളക് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് ഒന്ന് നല്ലപോലെ ഒന്ന് ബ്രൗൺ ആക്കി എടുക്കാം. ഇപ്പം നമ്മുടെ ഓണിയൻ നല്ലപോലെ മുരിഞ്ഞിട്ടുണ്ട്. എണ്ണയൊക്കെ തെളിഞ്ഞിട്ടുണ്ട്. കണ്ടോ, സെൻറ്ററിൽ ഇതാ എണ്ണ വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കറക്റ്റായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇടാം. 1 ടീസ്പൂൺ മുളക് പൊടി ഇടാം. ഇനി ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും തീ ഒന്ന് മീഡിയത്തിൽ വെച്ച് വയ്ക്കുകയാണെങ്കിൽ എല്ലാം കറക്റ്റായിട്ട് മൊരിഞ്ഞ് കിട്ടും. ഓണിയനും കറക്റ്റായിട്ട് ഫ്രൈ ആയി കിട്ടും. അല്ലെങ്കിൽ വേഗം അത് കരിഞ്ഞു പോകും. അപ്പോൾ തന്നെ കറക്റ്റായിട്ട് വരും എല്ലാം. ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇടുന്നുണ്ട്. നമ്മുടെ ചിക്കൻ്റെ ഫ്ലേവർ, ചിക്കൻ കറിക്കൊക്കെ ഇടുന്നത് പോലെയാണ്. ചിക്കൻ്റെ ഫ്ലേവർ വരാനായിട്ടാണ്. നമുക്ക് ആ ചിക്കൻ്റെ ആ സെയിം സ്റ്റൈലിൽ തന്നെ ഉണ്ടാക്കാം. പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല ഇടുന്നുണ്ട്. ഗരം മസാല ഞാൻ വീട്ടിൽ പൊടിച്ചതാണ്, അതുകൊണ്ട് നല്ല മണമാണ്. 1 ടീസ്പൂൺ ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നല്ലപോലെ മൊരിഞ്ഞിട്ടുണ്ട് മസാലയെല്ലാം. ഇതിൽ ഞാൻ ഒരു 2 മീഡിയം സൈസ് ടൊമാറ്റോ ചോപ്പ് ചെയ്ത് ഇടുന്നുണ്ട്. ഇതും കൂടെ നല്ല മിക്സ് ചെയ്ത് ഒന്ന് എണ്ണ തെളിയണ വരെ ഒന്ന് വഴറ്റാം നമുക്ക്. അപ്പോൾ തന്നെ ഇത് കുറച്ച് സമയം എടുക്കുന്നതാണ്. അപ്പോൾ തന്നെ നമുക്ക് ആ കറക്റ്റ് പ്രോപ്പർ ടേസ്റ്റ് വരും. നിങ്ങൾ ഫാസ്റ്റായിട്ട് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത്രയ്ക്ക് ഇത് വരത്തില്ല. നല്ലപോലെ ഒന്ന് കുഴഞ്ഞ് എണ്ണ തെളിയുമ്പോൾ നമുക്ക് കോളിഫ്ലവർ ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നല്ലപോലെ ഒന്ന് കുഴഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ക്ലീൻ ചെയ്ത് വെച്ച കോളിഫ്ലവർ ഇടാം. ഞാൻ തിളച്ച വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്നുകൂടെ വെള്ളം ഒഴിച്ച് വാഷ് ചെയ്ത് ഞാൻ ഇതിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു നെറ്റിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾ ആ തിളച്ച വെള്ളത്തിൽ നിന്ന് എടുത്ത് ഒന്നുകൂടെ പച്ചവെള്ളത്തിൽ ക്ലീൻ ചെയ്യുക. നല്ലപോലെ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ നമുക്ക് കുക്ക് ചെയ്യാം. എന്ന് പറഞ്ഞാൽ ഈ കോളിഫ്ലവറിലേക്ക് ഈ മസാലകളൊക്കെ പിടിക്കണ വരെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം നല്ലപോലെ മിക്സ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നിനി ഒരു 2 മിനിറ്റ് നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കൊന്ന് തുറക്കാം. ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്.
കുറച്ചുകൂടെ ഒന്ന് മിക്സ് ആയിട്ട് ഇതിലേക്ക് ചൂടുവെള്ളം ഒഴിക്കേണ്ടത്. ഒരു കപ്പ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. നിങ്ങളുടെ ഗ്രേവിക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടണുണ്ട്. അതൊന്ന് ക്ലിക്ക് ചെയ്താൽ ബെൽ ബട്ടൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പം ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുമ്പിൽ സോയ വരട്ടിയതും ചിക്കൻ വരട്ടിയതെല്ലാം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അത് വളരെ ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇതും നല്ല ടേസ്റ്റായ ഒരു കോളിഫ്ലവറാണ്. അപ്പോൾ നമുക്ക് എല്ലാം ഫ്രൈ ചെയ്ത് അങ്ങ് അൺഹെൽത്തി ആക്കണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഇത് ഫ്രൈ ചെയ്യാതെ തന്നെ ഞാൻ നിങ്ങൾക്ക് ഉണ്ടാക്കി കാണിക്കണം. ഇതിലേക്ക് ഞാൻ ഇനി ചൂടുവെള്ളം ഒഴിക്കാൻ പോവുകയാണ്. നമ്മുടെ കോളിഫ്ലവർ നല്ലപോലെ വെന്തിട്ടില്ല. അപ്പോൾ ഇനി ഇതിൽ ചൂടുവെള്ളം ഒഴിച്ച് നമുക്ക് ഒന്നുകൂടെ വേവിക്കാം. ആവശ്യത്തിന് ചാറ്, അതായത് തിക്കായിട്ടോ കുറച്ച് ലൂസാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതൊന്ന് കിടന്ന് ഒന്ന് കുറുകിയിട്ട് ഞാൻ ഒന്ന് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ അടച്ച് വെച്ചിട്ട് ഒന്ന് കോളിഫ്ലവർ വേകണ വരെ നമുക്ക് കുക്ക് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിക്കാം. അപ്പോൾ നമുക്ക് നല്ലപോലെ ഒന്ന് കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് ഫ്രഷ് കറിവേപ്പില ഇടുന്നുണ്ട്. നാടൻ ഒരു ടേസ്റ്റ് ടച്ചിന് വേണ്ടിയാണ് ഞാൻ ഇടുന്നത്. നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്യാം. നല്ല ടേസ്റ്റാണ്. നിങ്ങൾ ഉപ്പ് നോക്കുക ആവശ്യത്തിന്. നിങ്ങൾ ഗ്രേവി നിങ്ങളുടെ ആവശ്യത്തിന് ഒഴിക്കുക. ഞാനിപ്പോൾ ചപ്പാത്തിക്കാണ്, രാത്രി ഡിന്നറിന് ചപ്പാത്തിക്കും ഈ കോളിഫ്ലവർ കറിയുമാണ്. അപ്പോൾ എനിക്കിത് കറക്റ്റാണ്. ഞാനിപ്പോൾ ഓഫ് ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ചിക്കൻ കറിയേക്കാളും ടേസ്റ്റായ കോളിഫ്ലവർ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് എടുക്കണ മുമ്പിൽ ഒരു ചിക്കൻ കറിയിൽ ഇട്ടതുപോലെ തന്നെ ടൊമാറ്റോ, ഒരു ഹാഫ് ടൊമാറ്റോ ഇങ്ങനെ കട്ട് ചെയ്തിടുകയുണ്ടായിരുന്നു കുറച്ച് ഡെക്കറേഷനായിട്ട്. അപ്പോൾ നേരത്തെ ഇട്ടാൽ അത് കൂടുതൽ കുക്കായി പോകും. അവസാനം ഞാൻ അടച്ചു വയ്ക്കുമ്പോൾ ഇത് ടൊമാറ്റോ കട്ട് ചെയ്തിട്ടിട്ട് അടച്ചു വെച്ചായിരുന്നു. ഒരു നുള്ളി ശർക്കരയും കൂടെ ഇട്ടിട്ടുണ്ടായിരുന്നു, എരിവെല്ലാം ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇപ്പം ഭയങ്കര ടേസ്റ്റാണ്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഞാനിപ്പോൾ അത് എൻ്റെ സോഫ്റ്റ് ചപ്പാത്തിയുടെ കൂടെയാണ് ഇത് ഡിന്നറിന് വിളമ്പാൻ പോണത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.